ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദർശന സ്പൈസി വേൾഡ്. ഇന്ന് നമ്മളൊരു ഈസി ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിശ്രിതം കണ്ടോ, ഇത് വാട്ടറും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഫെവിക്കോൾ എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വാട്ടർ കേട്ടോ. ആ ഒരു അളവിനാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബോട്ടിൽ എടുത്തിട്ട് അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഈ മിശ്രിതം ഇതിന് മുകളിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രഷ് വെച്ച് മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ടിഷ്യൂ ആയതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അടർന്നു പോരുള്ളൂ. അപ്പം ഞാനിത് മുഴുവനായിട്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു ഓവർനൈറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ പെയിൻറ്റിങ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ടിഷ്യൂ പെട്ടെന്ന് നനഞ്ഞാൽ അടർന്നു പോരുള്ളൂ. അപ്പം അതുകൊണ്ടാണ്. ബ്ലൂ കളർ അക്രോളിക് പെയിന്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അത് സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അടർന്നു പോരും. അപ്പം നമ്മൾ ഇതുപോലെ ഞാനൊരു ഹാഫ് പോർഷൻ ബ്ലൂ കളറ് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ സെയിം സ്പോഞ്ച് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളൊരു യെല്ലോ കളർ അതുപോലെ ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടോപ്പ് കാണുന്ന ആ ഒരു സ്പേസിലും കൂടെ ഇതുപോലെ ഒരു യെല്ലോയിഷ് കളർ വരുന്ന രീതിക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ബ്ലാക്ക് അക്രോളിക് പെയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പം അത് ഒരു ട്രീ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ബ്രഷ് വെച്ച് തന്നെ പെട്ടെന്ന് വരച്ച് കഴിയും. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് വരച്ചെടുക്കേ. ഇപ്പൊ കണ്ടോ നമ്മൾ ട്രീ വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതാ കണ്ടോ ബഡ്സ് 4 ബഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു റബ്ബർ ബാൻഡ് അങ്ങ് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഗ്രീൻ കളറാണ് അതിൽ ജസ്റ്റ് ഈ ബഡ്സ് ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുത്ത് കുത്ത് ഡോട്ട് ഡോട്ട് ആയിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ട്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ തന്നെ ഞാനിവിടെ ഗ്രീൻ കളർ, ബ്ലൂ കളർ, യെല്ലോ കളർ, റെഡ് കളർ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ട്രീയെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ ട്രീക്ക് ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ മരത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് പുല്ലൊക്കെ വരുന്ന രീതിക്ക് കുറച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കൊരു പിങ്ക് കളർ ഇതുപോലെ ആ ഒരു മരത്തിന് ഇടയിൽ കാണുന്ന ആ സ്പേസിലൊക്കെ ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിങ്ക് കളറാണ്. ജസ്റ്റ് കുറച്ച് ഡോട്ട് ഡോട്ടായി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കളർ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇടയിൽ കാണുന്ന എല്ലാ സ്പേസിലും നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.